നടറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഡ്രൈവർ യദുവിനെതിരെ തൽക്കാലം നടപടിയെടുക്കില്ല എന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സംഭവസ്ഥലത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞിട്ടില്ല. അതിനാൽ പോലീസ് റിപ്പോർട്ടും കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ നടപടിയെടുക്കില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. ഒരു മാധ്യമത്തോടാണ് ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ സച്ചിൻ ദേവ് എം.എൽ.എ മന്ത്രിയെ നേരിൽ കണ്ട പരാതി നൽകും. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. മേയറും എം.എൽ.എയുമാണ് എതിർഭാഗമെന്ന് കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല. പോലീസ് വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം യദുവിനെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നതെന്നാണ് CPM നേതാക്കളുടെ വാദം. സംഭവത്തിൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ദൃക്സാക്ഷികളോടെ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പർ എടുത്താണ് വിജിലൻസ് മൊഴി രേഖപ്പെടുത്തിയത്. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴി നൽകി. മേയർ സംഘവും ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി. നാട്ടിൽ 2 പ്രാവശ്യം